ഒരു നിർമ്മാതാവ്, അയാളുടെ കയ്യിൽ ഇഷ്ടം പോലെ പണം, എത്ര പണം പൊളിഞ്ഞാലും തീരാത്തത്ര പണം എന്ന് വിചാരിച്ചാൽ കുഴപ്പമില്ല. സത്യസന്ധനാണ്, പറഞ്ഞ വാക്ക് പാലിക്കും, ഒരാൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ തുക കൊടുക്കും, എല്ലാം കൊണ്ടും കൊള്ളാം. പക്ഷേ അയാളിൽ ചില മിഥ്യാധാരണകളുണ്ടാവും. എന്നുവെച്ചാൽ ഓരോരോ കാലഘട്ടത്തിലുണ്ടാകുന്ന താരങ്ങളുടെ ആരാധകനായിരിക്കും ഇയാൾ. ഒരു താരത്തിൻ്റെ പടം ഓടുന്നത് ആ താരത്തിൻ്റെ മാത്രം മിടുക്കുകൊണ്ടാണെന്ന് അയാൾ തെറ്റിദ്ധരിക്കും. അങ്ങനെ ആ താരത്തിൻ്റെ ഡേറ്റ് കിട്ടിയിട്ട് എങ്ങനെയെങ്കിലും ആ പടം ചെയ്യണമെന്നുള്ളൊരു മോഹം ഇയാൾ ഉദിക്കും. പണ്ടൊരു നിർമ്മാതാവ് ഇതേപോലെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോഹൻലാലിൻ്റെ ഡേറ്റ്, നിങ്ങൾ സുഹൃത്തുക്കളല്ലേ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഒന്ന് സംഘടിപ്പിച്ചാൽ നമുക്ക് നല്ലൊരു പടം ചെയ്യാമായിരുന്നു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ സുഹൃത്തുക്കളാണ്, പക്ഷേ ഞങ്ങളുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന കാര്യങ്ങൾക്ക്, ഞങ്ങൾ ഇടപെടുന്ന കാര്യങ്ങൾക്കൊക്കെ ചില പരിധികളുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ ഇന്നയാൾക്ക് ഡേറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള ആ സൗഹൃദം ഇല്ലാണ്ടാവും. അങ്ങനെ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും നമുക്ക് ഇടപെടാൻ പറ്റിയ വിഷയമല്ല. അപ്പോൾ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ, ഈ താരം മാത്രമാണോ ഒരു ചിത്രത്തിൻ്റെ വിജയം എന്ന് അയാൾ ആലോചിക്കുന്നതാണ് പ്രശ്നം. അതിന് ഒരു താരത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു നല്ല കഥാകൃത്ത്, തിരക്കഥാകൃത്ത്, സംവിധായകൻ എല്ലാം ഉണ്ടാവണം. അങ്ങനെ മൊത്തത്തിൽ ഇവരുടെയൊക്കെ കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ ഒരു ചിത്രം വിജയിക്കൂ എന്നുള്ള തിരിച്ചറിവ് ഇല്ലായ്മ എന്ന് വെച്ചാൽ വിവരക്കേട്, അതാണ് മറ്റൊരു പ്രതിസന്ധി. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പ്രതിസന്ധികളിൽ ഒരു പ്രധാന പ്രതിസന്ധിയാണ്.